ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ നിയോ കാർഡ് നമുക്ക് അപ്രൂവ് ആയെന്ന് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഒരു കാർഡ് വന്നിട്ട് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 3 ദിവസമായിട്ട് എനിക്ക് ആക്ച്വലി ചെറുതായിട്ട് പനിയും സംഭവങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് നമ്മുടെ ഈ വീഡിയോ വൈകിയത്. കാർഡ് നമുക്ക് ഓൾറെഡി 2 ദിവസമായപ്പോൾ തന്നെ നമുക്ക് ഒന്നിനാണ് ബ്ലൂ ഡാർട്ട് വഴി ഒരാഴ്ച ഉണ്ടായിരുന്നു. എനിക്ക് ഓൾറെഡി കാർഡ് അപ്രൂവ് ആയി. ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ കാർഡ് എനിക്ക് ഓൾറെഡി എന്തെങ്കിലും അപ്രൂവ് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ പറയായിരിക്കും. ഇപ്പം ഓൾറെഡി നമുക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള കൊറിയർ ഏതാണെന്ന് ഞാൻ പറയായിരുന്നു. നമുക്ക് ഇതേപോലെ മുമ്പ് പണ്ട് എനിക്ക് കുറേ ക്രെഡിറ്റ് കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ പണ്ട് ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ് എടുത്ത ടൈമിൽ ഇവർ ഡെലിവറി കൊറിയർസ് ഒക്കെ തുടങ്ങി അയക്കാറ്. ഈ സാധനം കിട്ടൂല, അവന്മാർ ഡെലിവറി ചെയ്യൂല, എന്നിട്ട് തിരിച്ചയക്കും. അങ്ങനത്തെ കുറേ ഉടായ്പ ഇവിടെ ഉണ്ട്, ഡെലിവറി കൊറിയേഴ്സും അതുപോലെ തന്നെ എക്സ്പ്രസ് വി. അപ്പോൾ അതൊന്നും ഞാൻ വരാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി അപ്രൂവ് ആകുമ്പോൾ തന്നെ അവരെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ഒന്നെങ്കിൽ ബ്ലൂ ഡാർട്ട് വഴി അയക്കാം, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഇന്ത്യ പോസ്റ്റ് വഴി അയക്കാൻ ഞാൻ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വരാറുള്ള ഒരു 99% എല്ലാ കൊറിയേഴ്സും ബ്ലൂ ഡാർട്ട് വഴിയാണ്. അതുകൊണ്ട് തന്നെ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് സാധനം കിട്ടാറുണ്ട്. ഇപ്പോൾ 2 ദിവസമായപ്പോൾ തന്നെ നമുക്ക് ഈ സാധനം കിട്ടിയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്സിസ് ബാങ്കിന്റെ നിയോ കാർഡ് വന്ന ഇത്. ആക്ച്വലി പുതിയ നിയോ കാർഡ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ കളറൊക്കെയാണ് നമ്മുടെ സൈറ്റിൽ സംഭവങ്ങളൊക്കെ കാണിക്കുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് കിട്ടിക്കുന്നത് പഴയ മോഡലുള്ള പിങ്ക് മോഡൽ തന്നെയാണ്. എനിക്ക് എന്തുകൊണ്ടോ എൻ്റെ ഓൾറെഡി മൈസോൺ കാർഡ് ഉണ്ട് ആക്സിസ് ബാങ്കിന്റെ. അത് നമുക്ക് ആക്ച്വലി നമുക്ക് എന്താ പറയുക, എൻ്റെ ശരിക്കും മാറിയിട്ടില്ല ഇടപുള്ള്. എനിക്ക് ആക്ച്വലി മൈസോൺ കാർഡ് ഉള്ളത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 1.5 year ഒക്കെ ആയെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ അതിന് അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ഓൾറെഡി കണ്ടിരിക്കും നമ്മുടെ വീഡിയോയിൽ. അതിന് നമുക്ക് ലിമിറ്റ് കുറച്ച് കുറവാണ് കിട്ടിയിട്ടുണ്ടാകും, 55,000 കിട്ടിയിട്ടുണ്ടെന്നുള്ളൂ. പക്ഷെ എനിക്ക് ഈ പ്രാവശ്യം നോർമലി ആക്സിസ് ബാങ്ക് അവർ അഡീഷണൽ കാർഡ് കൊടുക്കുമ്പോൾ ഷെയർ ലിമിറ്റ് ആയിട്ട് കൊടുക്കുക. പക്ഷെ എനിക്ക് ആക്ച്വലി ഒരു പുതിയ സെപ്പറേറ്റ് ലിമിറ്റ് തന്നത്. എനിക്കിപ്പോൾ ആക്ച്വലി പുതിയ കാർഡ് ലിമിറ്റ് വന്നിരിക്കുന്നത് 2,34,000 രൂപയാണ് നമുക്ക് ലിമിറ്റ് കിട്ടിയത്. ഇനി ഇപ്പോഴത്തേക്കും കയറി ഇപ്പം നിയോ കാർഡ് ലൈഫ് ടൈം ഫ്രീ കാർഡായിട്ടാണ് കൊടുക്കുന്നത്. നോർമൽ അതിന്റെ ചാർജ് വരുന്നത് 250 രൂപ പ്ലസ് GST ആണ് നമ്മൾ ആനുവൽ ചാർജും ജോയിന്റ് ചാർജും വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ഒക്കെ ചെയ്യാൻ അത്യാവശ്യം നല്ല ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ആമസോൺ കൂടെ നമുക്ക് ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് ഇടുന്നുണ്ട്. എന്താ പറയുക, യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ്സിനൊക്കെ ക്യാഷ് ബാക്ക് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ സൊമാറ്റോയിൽ നമുക്ക് 40% ഡിസ്കൗണ്ട്, അങ്ങനെ കുറച്ച് ബുക്ക് മൈ ഷോയിൽ നമുക്ക് ടിക്കറ്റ്, മാസത്തിൽ ടിക്കറ്റ്സ്, അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് എൻട്രി ലെവൽ കാർഡെന്ന് വേണമെങ്കിൽ പറയാം. ഷോപ്പിംഗ് ഏരിയയിൽ എന്ന് പറയുന്ന കാർഡെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പോരാത്തത് നിങ്ങൾക്ക് അത് ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ കിട്ടുകയാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി സാധനം അപ്ലൈ ചെയ്യാൻ മെയിൻ കാരണം കേട്ടോ. അപ്പോൾ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. കാർഡ് ഞാൻ ആക്ച്വലി യൂസ് ചെയ്ത് തുടങ്ങിയിരുന്നു ചെറുതായിട്ട്. എനിക്കൊരു ബിൽ പേയ്മെന്റ്, നമ്മുടെ എന്താ പറയുക, ഫൈബറിന്റെ ബിൽ പേയ്മെന്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓൾറെഡി പേ ചെയ്തു. അതുപോലെ തന്നെ സൊമാറ്റോയിലും ചെയ്ത് നോക്കി. സൊമാറ്റോയിൽ നമുക്ക് അപ്പോൾ തന്നെ കിട്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് പാക്കേജ് വന്നത്. നോർമൽ ആക്സിസ് ബാങ്കിന്റെ കവർ പാക്കേജ് തന്നെ. ഇപ്പോഴത്തെ ഇത് ഞാൻ കോവിഡ് നല്ല കേട്ടോ, ഞാൻ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കോവിഡ് അല്ല. പക്ഷെ എന്നാലും ഈ കോൾഡും സംഭവമൊന്നും മാറണേ ഇല്ല കേട്ടോ. നമുക്ക് ഫീവർ 2 ദിവസം ഉണ്ടായിരുന്നു. ഫീവർ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോയി. ഹെഡേക്ക് അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. അപ്പോൾ മാസ്ക് ഒക്കെ വെച്ച് നടക്കുക നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 2 ഇതേപോലത്തെ ഒരു ബുക്ക്ലെറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഏരിയയിലൊക്കെ ഭയങ്കരമായിട്ട് പൊടിയും സംഭവങ്ങളൊക്കെ പൊല്യൂഷനൊക്കെ കൂടി തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, എയർ പ്യൂരിഫയർ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ആസ്മാറ്റിക് പ്രോബ്ലം ഒക്കെ ഉണ്ട്, ഡസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എയർ പ്യൂരിഫയർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ ബ്ലൂ സ്റ്റാറിനാണ്. പണ്ട് നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇട്ടുണ്ട്, വേണമെങ്കിൽ കണ്ടോക്കുക. പക്ഷേ ഞാൻ ബ്ലൂ സ്റ്റാറിൻ്റെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. സർവീസ് പത്തറ്റിക് എന്ന് പറഞ്ഞാൽ കൂതറ സർവീസ് എന്ന് വേണമെങ്കിൽ പറയാം ബ്ലൂ സ്റ്റാറിൻ്റെ. നിങ്ങൾ എയർ പ്യൂരിഫയർ നോക്കുന്നുണ്ടെങ്കിൽ ഫിലിപ്സിന്റെ നോക്കിയാൽ മതി. ബെസ്റ്റ് എയർ പ്യൂരിഫയറിൽ ഏറ്റവും ബെസ്റ്റ് ഫിലിപ്സ് തന്നെയാണ്. ഫിലിപ്സ്, ഷാർപ്പ് ഇവരൊക്കെ കൊള്ളാം. അപ്പം എൻ്റെ അധികം ഇത്ര കാലം അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഇതിന്റെ ഫിൽറ്റേഴ്സ് അങ്ങനെ മാറ്റാൻ വന്നിട്ടില്ല. പക്ഷെ പിന്നെ ഫിൽറ്റേഴ്സ് മാറ്റാനൊക്കെ ഭയങ്കര പാടാണ്. മരക്ക് വിളിച്ചാലും കിട്ടില്ല, അവർ വരൂല്ല. വരാന്ന് പറഞ്ഞാൽ വരൂല്ല. അങ്ങനത്തെ നല്ല കൂതറ സർവീസാണ് ബ്ലൂ സ്റ്റാറിന്റെ. എത്ര കൂതറാന്ന് വിചാരിച്ചില്ല, ഞാൻ വാങ്ങിക്കില്ലായിരുന്നു. ബ്ലൂ സ്റ്റാറിന്റെ അതിന്റെ ആദ്യത്തെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് ആക്ടിവേഷൻ കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേപ്പേഴ്സും ഒരു ബുക്ക്ലെറ്റ് രണ്ടും സെയിം ആണ്. പക്ഷെ രണ്ടും സെയിം ആണെന്നൊക്കെ എന്തിനാണ് ഓരോന്നും വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മെയിൻ നമ്മുടെ അതിൻ്റെ കാർഡ് വന്നിങ്ങനെ വൗച്ചറാണ്. അപ്പോൾ ഞാൻ കാർഡ് ഓൾറെഡി എടുത്തിട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബുക്ക്ലെറ്റിലാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ കാർഡ് ഉണ്ടായിരിക്കും. അപ്പോൾ കാർഡ് ഞാൻ എടുത്ത് ഓൾറെഡി ആക്ടിവേഷൻ നമ്മളൊക്കെ ചെയ്തുട്ടാ. ഞാൻ അതിൻ്റെ എനിക്ക് ലിമിറ്റ് ചെയ്തതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഭയങ്കര രക്ഷിയാതെ തുമ്പലും സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇതിൽ നമുക്ക് ആക്ടിവേഷൻ ബെനിഫിറ്റ് ആയിട്ട് 300 രൂപ നമുക്ക് 100% ക്യാഷ് ബാക്ക് ഓൺ ഫസ്റ്റ് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് 30 ചെയ്യണം എന്നാലും കിട്ടുള്ളൂ. പിന്നെ നമുക്ക് 40% ഓഫർ ഓൺ സൊമാറ്റോ, 5% ഓൺ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ഓൺ ആമസോൺ പേ, 10% ഓൺ ബ്ലിങ്കറ്റ്,
പിന്നെ ബുക്ക് മൈ ഷോയിൽ 10%, പിന്നെ 10% ഓൺ മിന്ത്ര, 180 reward point on every 200 rupees spend. അതാണ് അതിൻ്റെ ഓഫർ വരുന്നത് കേട്ടോ. മെയിനായിട്ട് അത്ര സംഭവങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും. NFC ഉള്ള കാർഡാണ്, EMI എല്ലാ നോർമൽ ബാക്കി എല്ലാ ക്രെഡിറ്റ് കാർഡിലും വരുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ എൻ്റെ ക്യാഷ് ബെനിഫിറ്റ് സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, നമുക്ക് ക്യാഷ് ലിമിറ്റ് കിട്ടിക്കുന്നത് ഇത്രയായിരുന്നു. ക്യാഷ് ലിമിറ്റ് കിട്ടിക്കുന്നത് 23,000 നമ്മുടെ ടോട്ടൽ ലിമിറ്റ് കിട്ടിക്കുന്നത് 2,31,000 കേട്ടോ. അതായത് നോർമലി നമ്മുടെ ടോട്ടൽ ലിമിറ്റിൻ്റെ ഒരു 10% ക്യാഷ് ലിമിറ്റ് ആയിട്ട് തരിക, അങ്ങനെയാണ് അത് കണക്കാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലിമിറ്റ് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നിയോ കാർഡാണ്, ഒരു എൻട്രി ലെവൽ കാർഡാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി ഇത്ര എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എൻ്റെ മൈസോ കാർഡ് ഉണ്ട്. അപ്പോൾ നോർമലി ലിമിറ്റ് ഷെയർ ആയിട്ടാണ് വരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അവർ എന്നെ കൊണ്ട് പ്രൂഫോ സംഭവമൊന്നും ചോദിച്ചില്ല, KYC ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. എൻ്റെ ആക്ച്വലി അക്കൗണ്ട് ഉണ്ട് വേറെ കാര്യം, പ്രീമിയം അക്കൗണ്ട് ഉണ്ട് എൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് ഓൾറെഡി നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നോർമലി വീഡിയോ KYC ചോദിക്കില്ല വേറെ. പിന്നെ വേറെ കാര്യം പറയാൻ പറ്റുമോ, നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ പ്ലേസ് തൃശ്ശൂരാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് അപ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് ഇപ്പോൾ തൃശ്ശൂരൊക്കെ പിൻകോഡൊക്കെ അപ്രൂവ് ആവുന്നുണ്ട്. നിങ്ങൾ നോർമലി നമ്മുടെ ടൗൺ ഏരിയയിൽ നിന്ന് ഒരു 5 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഇപ്പോൾ നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് അപ്രൂവ് ആവുന്നുണ്ട്. സ്മാർട്ട് ടേൺ കാർഡാണ് അത്യാവശ്യം അപ്രൂവ് ആവുന്നത്. നമുക്ക് 450 പ്ലസ് GST ചാർജ് വരുന്നതാണ്. കുഴപ്പമില്ലാത്ത കാർഡാണ്. വിത്തൗട്ട് ഇൻകം പ്രൂഫ് നിങ്ങൾക്ക് ഓൾറെഡി കാണിക്കും. നിങ്ങൾ അപ്ലൈ ചെയ്ത കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് പ്രീ അപ്രൂവ് ആയിട്ട് വരുന്നുണ്ടെന്ന് ഓൾറെഡി കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകം പ്രൂഫ് ചോദിക്കില്ല. വീഡിയോ KYC മാത്രം ആവശ്യമുള്ളൂ. ഞാൻ വീഡിയോ KYC കാലത്തൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മണിക്കൂർ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അപ്രൂവൽ മെസ്സേജ് വന്നിട്ട്. അപ്പോൾ കാർഡ് വന്നിട്ട് ഞാൻ അതിന് സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്സിസ് ബാങ്കിൻ്റെ കാർഡ്. ഞാൻ കാർഡ് എടുത്ത് കാണിച്ചാൽ ഞാൻ എൻ്റെ പൈസ വെച്ചിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ പുതിയ കാർഡായതുകൊണ്ട് 2 ദിവസം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഗോൾഡാട്ടോ, ഒരു രക്ഷയില്ല. ശ്രദ്ധിച്ചു നിങ്ങൾ, മാറില്ല സാധനം, അതാണ് വേറെ കാര്യം. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 4 ദിവസം 5 ദിവസമൊക്കെ ആയി സാധനം ഇപ്പോൾ വന്നിട്ട്, ഇതുവരെ പോകുന്നില്ല. ഇത് പഴയ ടൈപ്പ് കാർഡ് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫ്രണ്ടിലാണ്, കാണിച്ചു തരാൻ ഭയങ്കര പാടാണ്. ഇതാണ് നമ്മുടെ, ഉണ്ടോ, നമുക്ക് ഇവിടെ പേര് കാണുന്നുണ്ടായിരിക്കും, നിയോ കാർഡ്. നോർമലി ഇത് പച്ച കളർ കാർഡുകൾ ഇറക്കിയിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് വന്നത് പഴയ മോഡൽ കാർഡ് തന്നെയാണ്. അതെനിക്ക് ഭയങ്കര ബോറായിപ്പോയി. പിന്നെ ഇവരെ ഈ നമ്പറൊക്കെ ബാക്കിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്. ഈ പഴയ മോഡൽ പരിപാടി, ഫ്രണ്ടിൽ നമ്പർ വരുന്ന പരിപാടി, വിസ പ്ലാറ്റിനം കാറ്റഗറിയിൽ വരുന്ന കാർഡുണ്ട്. പക്ഷെ ഇവർക്ക് റൂപേ പ്ലാറ്റ്ഫോമിലൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. പക്ഷെ അധികം ആൾക്കാർക്ക് റൂപേ പ്ലാറ്റ്ഫോം കിട്ടുന്നില്ല കേട്ടോ. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്സിസ് ബാങ്കിൻ്റെ നിയോ ക്രെഡിറ്റ് കാർഡിൻ്റെ അൺബോക്സ് നിങ്ങൾ കണ്ടു കേട്ടോ. അൺബോക്സ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ അൺബോക്സ് വെച്ചായിരുന്നു. എന്നാലും നമ്മുടെ കാർഡിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവം ഉണ്ടായിരിക്കും, ലിമിറ്റ് കിട്ടും. അത് നിങ്ങൾക്ക് അവരുടെ ആക്സിസ് ബാങ്കിൻ്റെ ആക്സിസ് മൊബൈലിൽ കൂടെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ് കേട്ടോ. നമുക്ക് OTP ബേസ്ഡ് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും. കാർഡിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു OTP വരും. OTP അടിച്ചു കൊടുക്കുക, നമുക്ക് ഇഷ്ടമുള്ള പിൻ അടിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ കാർഡ് ആക്റ്റീവായി. അത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി പിൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് ആക്റ്റീവായി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ആപ്പിൽ കൂടെ ചെയ്യാം, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് കൂടെ ചെയ്യാം, അല്ലെങ്കിൽ ATM കൂടെ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ കോൾ കൂടെയും ചെയ്യാം. 4 ത്രൂ ചെയ്യാൻ പറ്റും. ATC മൊബൈൽ ആപ്പിൽ കൂടെ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓൾമോസ്റ്റ് വന്നിട്ട് സാധനം 3 ദിവസമായി വന്നിട്ട്. അപ്പോൾ ഞാൻ അന്ന് തന്നെ ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ യൂസും ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേട്ടാ. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ കാർഡ് എനിക്ക് അപ്രൂവ് ആവാൻ നല്ല ടൈം എടുത്തു കേട്ടോ. എനിക്ക് വെരിഫിക്കേഷനോ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തായാലും നമ്മുടെ നിയോ കാർഡ് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പം പിന്നെ കുറച്ച് ടൈം കൊടുക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് എനിക്കൊരു 16 ദിവസം സംതിങ് എടുത്തു കാർഡ് അപ്രൂവൽ ആയിട്ട് വരാൻ. ഭയങ്കര ലാഗിങ് ആയിരുന്നു, ഭയങ്കര എന്താ പറയുക, ഒരു അങ്ങനത്തെ സംഭവമായിരുന്നു. ആക്സിസ് ബാങ്ക് ഒന്നാമത് അങ്ങനത്തെ പരിപാടി ഉണ്ട്. പിന്നെ അവരെ കോൺടാക്ട് കാലം ഒരു സംഭവം കിട്ടൂല. ഞാൻ അവരെ ട്വിറ്ററിലടക്കം കോൺടാക്ട് നോക്കി, പക്ഷെ ഒരു വിവരമില്ല. ലാസ്റ്റ് ഞാൻ വരികയാണെങ്കിൽ വേട്ട നോക്കി 10 ദിവസമായപ്പോഴേക്കും സാധനം വന്നു അപ്രൂവല്. ഇപ്പോൾ ഭയങ്കര ലാഗിങ് ഉണ്ട്. പിന്നെ പോരാത്തതിന് ന്യൂ ഇയറിൻ്റെ സംഭവങ്ങളായിരുന്നു, ക്രിസ്മസിൻ്റെ സംഭവങ്ങളായിരുന്നു, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും ഇപ്പോൾ കൊടുക്കുന്നതാണ്. അപ്പുറത്തുള്ളതാണ്.